ഹലോ. നമ്മളെല്ലാവരും നേരിടുന്നൊരു പ്രശ്നമാണ് മടി, അല്ലേ? ഇതിനെ മറികടക്കാൻ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിന് നമുക്ക് വേദനയുടെ തത്വം അഥവാ ദ പെയിൻ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കാം. ഇത് നമ്മുടെ ചിന്താരീതിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടാകും, അല്ലേ? ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും, പക്ഷെ നമ്മളത് നാളത്തേക്ക് മാറ്റിവെക്കും. എന്നിട്ട് അവസാനം ടെൻഷൻ അടിക്കും. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? ഈ മാറ്റിവെക്കൽ ശീലത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ആദ്യം തന്നെ നമ്മുടെ ഈ മാറ്റിവെക്കുന്ന ശീലത്തിന് പിന്നിലെ വളരെ സിമ്പിളായിട്ടുള്ള കാരണം എന്താണെന്ന് നോക്കാം. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റൂ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം ഈ സ്ലൈഡിലുണ്ട്. മനുഷ്യന്റെ തലച്ചോറ് എപ്പോഴും രണ്ട് കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. ഒന്നുകിൽ വേദന ഒഴിവാക്കുക, അല്ലെങ്കിൽ സുഖം നേടുക. ഈ ഒരു ലളിതമായ തത്വമാണ് നമ്മുടെ മടിക്ക് പിന്നിലെ പ്രധാന കാരണം. അപ്പോ മടിയുടെ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ജോലി തുടങ്ങുന്നത് അതെത്ര ചെറുതാണെങ്കിലും തലച്ചോറിന് ഒരു വേദനയാണ്, ഒരു എഫേർട്ട് എടുക്കണമല്ലോ. പക്ഷെ വെറുതെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഫോണിൽ നോക്കുന്നത് അതൊരു ഇൻസ്റ്റന്റ് സുഖവും. സ്വാഭാവികമായും തലച്ചോറ് എളുപ്പമുള്ള വഴി തെരഞ്ഞെടുക്കും, അതായത് ആ ചെറിയ സുഖം. എന്നാൽ രസമെന്താണെന്ന് വെച്ചാൽ ഈ വേദനയെ തന്നെ നമുക്ക് മടിയെ മറികടക്കാനുള്ള ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതെ, നമ്മൾ തലച്ചോറിനെ ഒന്ന് കബളിപ്പിക്കാൻ പോവാണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഇതാണ് നമ്മുടെ തന്ത്രം. ഇപ്പോ ഒരു ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ചെറിയ ബുദ്ധിമുട്ടില്ലേ, അതിനേക്കാൾ എത്രയോ വലുതാണ് ഒന്നും ചെയ്യാതെ ഇരുന്നാൽ ഭാവിയിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന വലിയ വേദന എന്ന് തലച്ചോറിനെ അങ്ങ് ബോധ്യപ്പെടുത്തുക. അതായത് നമ്മൾ വേദനയെ ഒഴിവാക്കുകയല്ല, മറിച്ചതിനെ നമുക്കെതിരായി തന്നെ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ്. ഇതാണിതിലെ ഏറ്റവും നിർണായകമായ പോയിന്റ്. ഒന്നും ചെയ്യാതിരുന്നാൽ ഭാവിയിൽ വരാനിരിക്കുന്ന ഭയാനകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമ്മൾ തീവ്രമായി ചിന്തിക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ചെറിയ സുഖങ്ങളൊക്കെ വളരെ നിസ്സാരമായി തോന്നും. ആ ഭയം അല്ലെങ്കിൽ ആ വേദന, അതാണ് നമ്മളെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന യഥാർത്ഥ ഇന്ധനം. ശരി, ഇനി ഈ തത്വം എങ്ങനെ നമുക്ക് പ്രായോഗികമായി ഉപയോഗിക്കാമെന്ന് നോക്കിയാലോ? ഈ ഭാഗം ശരിക്കും ശ്രദ്ധിക്കണം, കാരണം ഇതിലാണ് യഥാർത്ഥ ടെക്നിക്ക് ഇരിക്കുന്നത്. ഇതിന് കൃത്യമായ ചില സ്റ്റെപ്പുകളുണ്ട്. ഈ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേക്കും മടിയോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും. നമുക്ക് ഓരോന്നായിട്ട് വിശദമായി പരിശോധിക്കാം. ഈ ആദ്യത്തെ ഘട്ടത്തില് നമ്മൾ നമ്മളോട് തന്നെ ക്രൂരമായ സത്യസന്ധത പുലർത്തണം. സ്വയം ആശ്വസിപ്പിക്കാനോ ന്യായങ്ങൾ കണ്ടെത്താനോ ഒന്നും ശ്രമിക്കരുത്. യാഥാർത്ഥ്യത്തെ നേർക്കുനേർ കാണാൻ തയ്യാറാകണം. ഈ ഒരൊറ്റ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുക. എന്നിട്ട് ഒരു സിനിമ കാണുന്നത് പോലെ അത് മനസ്സിൽ കാണണം. ഓരോ രംഗവും അത്രയേറെ വ്യക്തമായിരിക്കണം. കണ്ടില്ലേ, ചിന്തകൾക്ക് ഇത്രയും വ്യക്തത വേണം. അവ്യക്തമായൊരു ഭയത്തിന് വലിയ ശക്തിയില്ല. പൈസയുടെ കാര്യം എന്താകും? ജോലിയിലോ? ആരോഗ്യത്തിന്റെ അവസ്ഥ എന്താകും? ഇങ്ങനെ ഓരോ മേഖലയിലും സംഭവിക്കാൻ പോകുന്ന മോശം കാര്യങ്ങൾ കൃത്യമായി മനസ്സിൽ കാണുക. ഓക്കെ, കാര്യങ്ങൾ ഇങ്ങനെയാകുമെന്ന് വെറുതെ അറിഞ്ഞതുകൊണ്ട് മാത്രം ഒരു മാറ്റവും വരില്ല. നമ്മളത് ആഴത്തിൽ അനുഭവിക്കണം. ഭാവിയിൽ നിങ്ങൾക്ക് തോന്നാൻ പോകുന്ന ആ കുറ്റബോധവും നിരാശയും ദേഷ്യവും ഒക്കെ ഇപ്പോഴേ അനുഭവിക്കാൻ ശ്രമിക്കണം. ഈ ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടാക്കണം. വിലപ്പെട്ട സമയം മുഴുവൻ പാഴാക്കിയതിലുള്ള ആ കുറ്റബോധം അതിപ്പോൾ തന്നെ അനുഭവിക്കുക. നമ്മുടെ നിഷ്ക്രിയത്വം നമ്മളെ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവരെയും എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കുന്നത് വളരെ ശക്തമായൊരു പ്രേരണയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നിരാശ നിറഞ്ഞ മുഖങ്ങളൊന്നു മനസ്സിൽ ഓർത്തുനോക്കൂ. നഷ്ടബോധം അത് നമ്മളെ ഉണർത്തും. നമ്മൾ കാരണം നഷ്ടപ്പെടുന്ന ഓരോ അവസരവും അത് മറ്റൊരായി സ്വന്തമാക്കുന്നതായി സങ്കൽപ്പിക്കുക. ആ വേദന നമ്മളെ പ്രവർത്തിക്കാൻ നിർബന്ധിതരാക്കും. ഈ ഭാവനയുടെയും ചിന്തകളുടെയും അവസാനം നിങ്ങളൊരു വലിയ സത്യം മനസ്സിലാക്കും. ഇപ്പോൾ നിങ്ങൾ വിശ്രമം അല്ലെങ്കിൽ റിലാക്സേഷൻ എന്ന് കരുതുന്ന കാര്യം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഒരു കെണിയാണ്. ഈ വാചകം മനസ്സിലുറപ്പിക്കുക. ഇന്നത്തെ വിശ്രമം നാളത്തെ ദുരന്തമാണ്. ഇപ്പോൾ ഫോണിൽ കുറച്ചു സമയം കളയുന്നത് ഒരു താൽക്കാലിക സുഖം നൽകുമെങ്കിലും അതിന്റെ ഫലമായി ഭാവിയിലുണ്ടാകുന്ന വേദന അതിലും എത്രയോ വലുതാണെന്ന് ഓർക്കുക. ആ ഓർമ്മ മാത്രം മതി നമ്മളെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കാൻ. ഇപ്പോൾ നമ്മൾ ഈ ആശയത്തെ ഒരു പടി കൂടി മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. ഇതൊരു താൽക്കാലിക തന്ത്രം മാത്രമല്ല, മടിയോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ പോകുന്ന ഒരു പുതിയ മനോഭാവമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കുമിടയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ തടസ്സം പുറത്തുള്ള ഒന്നുമല്ല, അത് നിങ്ങളുടെ സ്വന്തം നിഷ്ക്രിയത്വമാണ്.
അതിനൊരു ശത്രുവായി തന്നെ കാണാൻ പഠിക്കുക. ഈ തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. മടി ഒരു ചെറിയ ശീലക്കേടല്ല, അത് നിങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരു രോഗമാണ്. ആ രോഗത്തെ ഉടനടി ചികിത്സിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ഭാവിയെ ഇല്ലാതാക്കും. ഒന്നാലോചിച്ചു നോക്കൂ, ഇപ്പോൾ പ്രവർത്തിക്കാനുള്ള ആ ചെറിയ ബുദ്ധിമുട്ടാണോ വലുത്, അതോ വർഷങ്ങൾക്ക് ശേഷം ഒന്നും നേടാനായില്ലല്ലോ എന്നോർത്ത് വേദനിക്കുന്നതാണോ വലുത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം മതിയാകും നിങ്ങളുടെ മടിയെ മറികടക്കാൻ.